വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് സെഷൻ വരുന്നത്. വെക്ടേഴ്സിന്റെ ചാപ്റ്റർ ആണ്. എയും ബിയും രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ദം 60 ഡിഗ്രി ഉണ്ട്. അതേപോലെ മോഡുലസ് ഓഫ് എ തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് ബി തന്നിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 2b ക്രോസ് 2a+b അല്ലേ. അപ്പൊ സ്ക്വയർ അവിടെ കിടക്കട്ടെ. നമുക്ക് ഇത് തന്നെ ആദ്യം ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഉത്തരത്തിന് സ്ക്വയർ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് കിട്ടിയത്? 2 ഇൻറ്റു എ ക്രോസ് എ ആയി. അതേപോലെ തന്നെ പ്ലസ് എ ക്രോസ് ബി ആയി. പിന്നെ പ്ലസ് 4 ഇൻറ്റു ബി ക്രോസ് എ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ പ്ലസ് 2 ഇൻറ്റു ബി ക്രോസ് ബി. നമുക്കൊരു കാര്യം അറിയാം, സെയിം ഐറ്റം, അതായത് എ ക്രോസ് എ, അതേപോലെ തന്നെ ബി ക്രോസ് ബി, ഇപ്പൊ സി ക്രോസ് സി ഒക്കെ വരികയാണെങ്കിൽ അത് 0 ആയി പോകില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. നമ്മളത് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ എ ക്രോസ് എ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയും തേർഡ് റോയും സെയിം അല്ലേ. ഒരു ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് റോ സിമിലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ആ ഐഡിയ വിചാരിച്ചാലും മതി. എങ്ങനെയാ നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടാ. ഇതപ്പോ ദിസ് 0 ആൻഡ് ഇത് 0 ആയി പോയി അല്ലെ. അതേപോലെ തന്നെ എ ക്രോസ് ബിന് ഞാൻ ഒന്ന് തലതിരിക്കാൻ പോവാണ്. തലതിരിക്കുമ്പോൾ എന്താണെന്നറിയോ? നെഗറ്റീവ് വരും കേട്ടാ. അപ്പൊ മൈനസ് ഓഫ് ബി ക്രോസ് എ പ്ലസ് 4 ടൈംസ് ബി ക്രോസ്. ഇത് നമ്മൾ മറ്റേ ആളെ തിരുത്തിയാലും മതിയായിരുന്നേ. അതായത് 4 ഇൻറ്റു ബി ക്രോസ് എനെ നമുക്ക് മൈനസ് 4 ഇൻറ്റു എ ക്രോസ് ബി എന്ന് വേണമെങ്കിൽ ആക്കാമേ. ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ബി ക്രോസ് എ. ഓക്കെ, ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ പ്ലസ് 2b ക്രോസ് 2a+b അല്ലെ, ഓൾ സ്ക്വയർ ആണ് വരുന്നത് അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ബി ക്രോസ് എ സ്ക്വയർ എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു ബി ക്രോസ് എയുടെ സ്ക്വയർ. ബി ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബി ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9 ഇൻറ്റു നമുക്ക് ഇതിനെന്ത് എഴുതാം? ബി മോഡുലസ് ഓഫ് ബി ഇൻറ്റു മോഡുലസ് ഓഫ് എ ഇൻറ്റു സൈൻ തീറ്റയുടെ സ്ക്വയർ. ശരിയല്ലേ? ആ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കൂ. 9 ഇൻറ്റു മോഡുലസ് ഓഫ് ബിയുടെ സ്ക്വയർ എന്താ വരിക? 4ന്റെ സ്ക്വയർ 16. അതേപോലെ തന്നെ മോഡുലസ് ഓഫ് എന്റെ സ്ക്വയർ എന്താ? 2ന്റെ സ്ക്വയർ 4 സൈൻ സ്ക്വയർ തീറ്റ. സൈൻ 60 ഡിഗ്രി എത്രയാണ്? √3/2 അല്ലെ. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? സ്ക്വയർ എടുത്തു കഴിഞ്ഞാല് 3/4 ആയി. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടി നമുക്ക്? 432. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് എ ആൻഡ് ബി ആർ ടു വെക്ടേഴ്സ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി എ ക്രോസ് ബി. ഈ റിലേഷൻ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. എന്തായിരുന്നു റിലേഷൻ പറയുന്നത്? എ ഡോട്ട് ബിയുടെ സ്ക്വയർ പ്ലസ് എ ക്രോസ് ബിയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ആയിരുന്നു. അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എ ക്രോസ് ബി അല്ലേ. അപ്പൊ നമുക്ക് അതെടുക്കാം. എ ക്രോസ് ബിയുടെ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ ഡോട്ട് ബി സ്ക്വയർ അല്ലേ. അതിങ്ങോട്ട് നമുക്ക് വാല്യൂസ് എടുക്കാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരാ? 36 ഇൻറ്റു 8ന്റെ സ്ക്വയർ വരുമ്പോ 64 മൈനസ് എ ഡോട്ട് ബിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 36ന്റെ സ്ക്വയർ. എന്ത് ചെയ്യാം? 36 സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് 36 ആയി അല്ലെ. അതായത് അവിടെ നമുക്ക് നെഗറ്റീവ് വരില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ 36 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 64 മൈനസ് 36 എന്ന് കിട്ടി അല്ലെ. റൂട്ട് എടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ഇൻറ്റു 28 കിട്ടി. അതിനെയും റൂട്ട് എടുക്കണം. നമുക്ക് എ ക്രോസ് ബി മാത്രം മതി എങ്കിൽ എ ക്രോസ് ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടാൻ പോണേ? √36 ഇൻറ്റു 28 നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ഏതുള്ള 4 അല്ലേ. 4 ഇൻറ്റു 7 അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 36ന്റെ 6 വരും. അതേപോലെ തന്നെ 4ന്റെ 2 വരും. √7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12√7. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേ മോഡലൊക്കെ തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും 2 യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇവര് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞേക്കാം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ പ്രത്യേകത? ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. സോ നമുക്ക് ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 2a + 4b ഡോട്ട് 10a - 8b അല്ലെ. എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്താ വരിക നമുക്ക്? 2a ഡോട്ട് 10a അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20a²
പ്ലസ് 24 എ ഡോട്ട് ബി മൈനസ് 32 ബി സ്ക്വയർ. ഇവിടെ നോക്കിയേ, ഇവിടെ എനിക്ക് 24 കിട്ടാൻ കാരണം എന്താ, ഈ 2a അതേപോലെ തന്നെ ഈ ബിയും ചേർക്കുമ്പോൾ നമുക്ക് എന്തുണ്ട് അവിടെ 16, അതായത് മൈനസ് 16 എ ഡോട്ട് ബി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ 4bയും 10aയും കൂടി വരുമ്പോൾ 40 എന്ന് പറഞ്ഞാൽ പ്ലസ് 40 ബി ഡോട്ട് എ വരും. ഈ എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആ. അപ്പൊ എനിക്ക് ഡയറക്റ്റ് ഈ 40 നിന്ന് 16 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 24. അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി യൂണിറ്റ് വെക്ടർ അല്ലേ എന്ന് പറഞ്ഞാൽ എ സ്ക്വയറിന്റെ വാല്യൂ 1 അല്ലേ. അപ്പം എ ഡോട്ട് ബി 0 ആണ്, കാരണം പെർപെൻഡിക്കുലർ ആകാനുണ്ട്. ഇനി എ സ്ക്വയർ 1 ആണ്, ബി സ്ക്വയർ 1 ആണ്, ബിക്കോസ് അവര് യൂണിറ്റ് വെക്ടർ ആകാനുണ്ട്. അപ്പൊ 20 പ്ലസ് 24 ഇൻറ്റു എ ഡോട്ട് ബി മൈനസ് 32 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 മൈനസ് 32 ചെയ്ത് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പൊ 24 എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 12 എന്ന് കിട്ടി. അതേപോലെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ 24 എത്രയാ, 1/2 അല്ലെ. കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ ദം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബിയുടെ എക്സ്പാൻഷൻ കൊടുക്കുക. എന്തായിരുന്നു എ ഡോട്ട് ബിയുടെ എക്സ്പാൻഷൻ, മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി, അതേപോലെ തന്നെ കോസ് തീറ്റ വരിക അല്ലെ, 1/2. അതിലും യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും 1 തന്നെയല്ലേ. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2. ഇനി നമ്മൾ ആലോചിക്കൂ, ഏത് ആംഗിളിന്റെ കോസ് ആണ് 1/2 വരുന്നത്, ഏത് ആംഗിളിന്റെ കോസ് തീറ്റയാണ്, 60 ഡിഗ്രി. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഇഫ് 5x രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഇത് ഓർത്തോഗണൽ വെക്ടർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. 5x ഇൻറ്റു 2x എന്താ വരാ, 10x സ്ക്വയർ. അതേപോലെ തന്നെ 2y ഇൻറ്റു 6y, ഞാൻ ഡയറക്റ്റ് ഇവിടെ ചെയ്യണമെന്നുള്ളൂ. പ്ലസ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ നമുക്ക് അറിയാലോ, അത് വെച്ച് അങ്ങോട്ട് ചെയ്തെന്നുള്ളൂ. 2y ഇൻറ്റു 6y എത്രയാ, 12y സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 6 എത്രയാ, 30 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഇത് ഭംഗിയാക്കി എടുക്കാം. ഇതെന്താ വരാ, 10x സ്ക്വയർ പ്ലസ് 12y സ്ക്വയർ ഈക്വൽ ടു 30 വരുന്നു. ഫുൾ ആയിട്ട് 30 വെച്ച് ഡിവൈഡ് ചെയ്യൂ. അപ്പൊ എന്താ കിട്ടുക, 10x സ്ക്വയർ ഡിവൈഡഡ് ബൈ 30 പ്ലസ് 12y സ്ക്വയർ ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 1 കിട്ടുന്നു. ദെൻ സോൾവ് ഒന്നും ചെയ്ത് കഷ്ടപ്പെടാൻ നിൽക്കണ്ട, ചുമ്മാ അതായത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞല്ലോ, പിന്നെ നമ്മൾ ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. y സ്ക്വയർ ഡിവൈഡഡ് ബൈ 30 ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 1 കിട്ടി. ഹെൻസ് ഇറ്റ് ഈസ് എ എലിപ്സ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഫിഫ്ത്ത് പ്രോബ്ലത്തിലേക്ക് പോവാം. ദ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം വിത്ത് വെക്ടർ എയും വെക്ടർ ബിയും ആണ് അതിന്റെ അഡ്ജസന്റ് സൈഡ്സ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വെക്ടർ ബിന്റെ മോഡുലസ് തന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ അല്ല പറഞ്ഞേക്കണേ. അപ്പം ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ എന്തായിരുന്നു, എ ക്രോസ് ബിന്റെ മോഡുലസ് അല്ലെ. എ ക്രോസ് ബിന്റെ മോഡുലസ് വിച്ച് ഇസ് സെയിം ആസ് എന്തിനോട് ഈക്വൽ ടു എന്ന് പറഞ്ഞ പ്രൊജക്ഷൻ. ദാറ്റ് മീൻസ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എന്താണ്, മോഡുലസ് ഓഫ് ഓൺ ബി അല്ലേ, അതുകൊണ്ട് ബൈ ബി ആയിരിക്കും വരാം. അതിൽ ബിന്റെ മോഡുലസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ, 1/√3. അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാലോ. അവിടെ മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ഡോട്ട് ബി ഇൻറ്റു √3 ആവും അല്ലെ. കാരണം അത് താഴെ 1/√3 മുകളിലേക്ക് വരുമ്പോൾ √3 ആകുന്നതാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്ത് കൊടുത്തു നോക്കിയാലോ. അപ്പൊ നമ്മുടെ മറ്റേ ഇക്വേഷൻ പോലെ നമുക്ക് എഴുതാലോ, നേരത്തെ പോലത്തെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബിയുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബിയുടെ സ്ക്വയർ ഇൻറ്റു 3 എന്നായില്ലേ. ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആയില്ലേ. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ചേഞ്ച് ചെയ്യാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോസ് 2θ അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ എ ക്രോസ് ബിയുടെ സ്ക്വയറിനെ നേരത്തെ ഇക്വേഷൻ പ്രകാരം എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് എ ഡോട്ട് ബിയുടെ സ്ക്വയർ എന്നാക്കാലോ, ഈക്വൽ ടു 3a ഡോട്ട് ബിയുടെ സ്ക്വയർ അല്ലേ. അപ്പൊ അവിടെ 3a ഡോട്ട് ബി ഉണ്ട് അല്ലേ, ഇത് ഒരെണ്ണം കൂടി അപ്പുറത്തേക്ക് പോട്ടെ. അപ്പൊ എന്താ വരാ, എ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു 3 + 1 4a ഡോട്ട് ബിയുടെ സ്ക്വയർ. കറക്റ്റ് അല്ലേ. അതിനകത്ത് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് എ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു എ ഡോട്ട് ബിയുടെ സ്ക്വയർ എന്താ, എ ഡോട്ട് ബി എന്താ, എ ബി കോസ് തീറ്റ. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താ വരാ, എ സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. കറക്റ്റ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ സ്ക്വയറും ബി സ്ക്വയറും നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞ 1/4 അല്ലേ. ഇനി കോസ് 2θക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. എന്തായിരുന്നു അത്, 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. അപ്പൊ അതോടെ അപ്ലൈ ഇട്ട് കൊടുക്കുക. 1/4 മൈനസ് 1 അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1/2 അല്ലേ.
എന്ന് പറഞ്ഞാൽ അത് എന്താ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ വെക്ടേഴ്സ് മൂന്ന് പേര് തന്നിട്ടുണ്ടല്ലേ, ഇത് കോപ്ലാനാർ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് ഒക്കെ ചെയ്തിരുന്നില്ലേ, അതേ കൺസെപ്റ്റ് തന്നെ. ഇവിടെ വരുമ്പോ എന്താ പ്രത്യേകത? ഇവര് കോപ്ലാനാറിൽ എന്താ പറഞ്ഞേക്കണേ എങ്കിൽ ഡിറ്റർമിനന്റ് ഓരോ വെക്ടർ ഇട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 പിന്നെ 2 6 അതേപോലെ തന്നെ 6 0 ആൻഡ് 5 ലാസ്റ്റ് 1 4 -1 ആൻഡ് ലാംഡ. കറക്റ്റ് അല്ലേ? ഇതെന്ന് പറയുന്നത് 0 അല്ലേ? നമുക്ക് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഒരു നിർബന്ധമില്ലേ ഇന്ന റോ ഉപയോഗിക്കണം ഇന്ന കോളം ഉപയോഗിക്കണം, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 4 × 5 ഞാൻ 4 ഉപയോഗിച്ചു. പിന്നെ ഫസ്റ്റ് റോസ് തന്നെ സാധാ പോലെ 2 × 6 ലാംഡ -20 പ്ലസ് 6 × -6 ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോൾവ് ചെയ്തെടുക്കൂ. അപ്പൊ നമുക്ക് 12 ലാംഡ ഈക്വൽ ടു 24 എന്നും ആൻഡ് ദെൻ ലാംഡ ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 12 എത്ര? 2 എന്ന് കിട്ടുന്നു. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 7th പ്രോബ്ലത്തിലേക്ക് പോവാ അല്ലെ. എന്താ 7th പ്രോബ്ലത്തില്? എ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 2√3 ഈസ് പെർപെൻഡിക്കുലർ. ഇത് കണ്ട നമ്മൾ അവിടെ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ച്. അതായത് ഇതിന് നമ്മൾ എ എന്ന് വിളിക്കും, ഇതിനെ ബി എന്ന് വിളിക്കും. എങ്കിൽ ഇത് ഈ പുതിയ വെക്ടർ എന്ന് പറയുന്നത് ഈക്വൽ ടു സി ആവണം നിർബന്ധമില്ലല്ലോ. ഇല്ല അല്ലെ? സംതിങ് ഇൻറ്റു സി ആവണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആള് എന്ന് പറയുന്നത് എ ക്രോസ് ബിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എ ക്രോസ് ബി ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യത്തെ ആളെ എ എന്ന് വിളിച്ചു രണ്ടാമത്തെ ആളെ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇയാളെ ഞാൻ എ എന്ന് വിളിച്ചു ഇയാളെ ഞാൻ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് ചെയ്യാൻ പോകുന്നത് എ ക്രോസ് ബി ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ഐ ജെ കെ എഴുതുന്നു. 1 1 2 2 1 3 അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ എ ക്രോസ് ബി ഒന്ന് കണ്ടുപിടിക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഐ × 1 മൈനസ് ജെ × -1 പ്ലസ് k × 1 - 2 അല്ലെ? ദിസ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ മൈനസ് കെ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എ ക്രോസ് ബി കിട്ടി. അപ്പൊ എന്താ വേണ്ടത്? ഇപ്പൊ നമുക്ക് കിട്ടിയ കാര്യം എന്ന് പറയുന്നത് എക്ക് ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആളെ കിട്ടി. പക്ഷെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2√3 ആണോ? അല്ല. നമുക്ക് ആക്കിയെടുക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന സാധനത്തെ നമ്മൾ യൂണിറ്റ് വെക്ടർ ആക്കല. യൂണിറ്റ് വെക്ടർ ആക്കി എന്താ ഉണ്ടാവുക? ഇതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? മോഡുലസ് എന്താ വരാൻ പോണേ? 1² 1 + 1 + 1 എന്നല്ല വരാൻ പോണേ എന്ന് പറഞ്ഞാൽ √3 ആണ് അല്ലെ? അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഐ വെക്ടർ ഡിവൈഡഡ് ബൈ √3 പ്ലസ് ജെ വെക്ടർ ബൈ √3 മൈനസ് കെ വെക്ടർ ഡിവൈഡഡ് ബൈ √3. അപ്പൊ യൂണിറ്റ് വെക്ടർ ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? 2√3 അല്ലേ അതിന്റെ എന്ത് വരേണ്ടത്? മോഡുലസ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഇതിനെ യൂണിറ്റ് വെക്ടറിന്റെ കൂടെ 2√3 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്താ വരിക? അപ്പൊ നമ്മളുടെ ആവശ്യമുള്ള വെക്ടർ ആ സി വെക്ടർ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സി വെക്ടർ എന്ന് പറയുന്നത് 2√3 ഇൻറ്റു എന്താ വരിക? ഐ പ്ലസ് ജെ മൈനസ് കെ ഡിവൈഡഡ് ബൈ √3. √3 ക്യാൻസൽ ചെയ്യൂ. അപ്പൊ എന്താ വരിക? 2 ഇൻറ്റു ഐ പ്ലസ് ജെ മൈനസ് കെ. ഏതായത് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് 8th പ്രോബ്ലത്തിലേക്ക് പോവാം. ഇഫ് ദ വെക്ടേഴ്സ് p - 2 രണ്ട് വെക്ടർ ഉണ്ട്, ഓർത്തോഗണൽ ആണെങ്കിൽ എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അത് തന്നെ ഐഡിയ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ആദ്യത്തെ ഐ കമ്പോണന്റ് എന്താ? p - 2. രണ്ടാമത്തെ ഐ കമ്പോണന്റ് എന്താണ്? 4 ആണ് വരുന്നത് അല്ലെ? അതേപോലെ പിന്നത്തെ പ്ലസ് ജെ കമ്പോണന്റ് എന്താ വരുന്നത്? 3 ടൈംസ് p - 2. ഇപ്പുറത്തെ ജെ കമ്പോണന്റ് 2 അല്ലെ? കെ കമ്പോണന്റ് ഇല്ല. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് കെ അവിടെ വരുമ്പോൾ എന്തായാലും 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകുന്നു. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ 6 6 4 10. അപ്പൊ 10 × p - 2 0 എന്നല്ലേ? എങ്കിൽ p = 2 എന്നല്ലേ? പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അത് നമ്മൾ 9th പ്രോബ്ലം ആണ് അല്ലെ? അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്താ പറഞ്ഞിരിക്കുന്നത്? 6 13 -5 എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ കേട്ടാ. 6, 13, -5 ഇവിടെ എഴുതി ഞാൻ. ലൈൻ ജോയിനിങ് ആരൊക്കെയാ? 3, 1, 4 ഉണ്ട്. 4, 5, 1 എഴുതി. ഇത് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് അറിയില്ല. ഇന്റേണൽ ആണെങ്കിലാണ് ഞാനിപ്പോ വരച്ചത് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. എങ്ങനെ വന്നാലും നമുക്ക് x1 y1 x2 y2 എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിന്ന് എന്തെന്നാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്റേണലിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാ? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അത് എന്താണ്? ഇന്റേണൽ ഡിവിഷനും, നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സ്റ്റേണൽ ഡിവിഷനും ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ
പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ റേഷ്യോ എന്തായിരുന്നു? M:N അല്ലേ? അപ്പൊ ഇതിനെനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എമ്മും കണ്ടുപിടിക്കണം എന്നും കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ആ നേരം കൊണ്ടേ ഞാൻ ഇതിനെ 1:N/M എന്ന് വിളിച്ചോട്ടെ. എന്നിട്ട് ആ N/M എനിക്ക് ലാംഡ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1:λ കണ്ടുപിടിച്ചാൽ പോരെ. മനസ്സിലായ? അപ്പൊ എന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു അൺനോൺ ആയി. ആരാത്? ലാംഡ മാത്രമായി. ഇനി ആദ്യത്തെ നമുക്ക് ഒരെണ്ണം ചെയ്യാം, എക്സിന്റെ മാത്രം ചെയ്യാവേ. ഈ റേഷ്യോ ഉപയോഗിച്ചിട്ട്, അതായത് എമ്മിന് പകരം നമ്മുടെ ഈ ഇക്വേഷനിൽ ഈ എമ്മിന് പകരം 1ഉം എന്നിന് പകരം ലാംഡ ഉപയോഗിച്ച് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എമ്മിന് പകരം 1ഉം എന്നിന് പകരം ലാംഡ കേട്ടോ. അതേപോലെ x2ന് പകരം ഇതാണ് എന്റെ x1, ഇതാണ് എന്റെ x1 y1 z1 വരും, ഇത് x2 y2 z2 വരും. അപ്പൊ x2ന് പകരം ആര് ഉപയോഗിക്കേണ്ടത്? നമ്മൾ 4 ഉപയോഗിക്കാം. x1ന് പകരം 3നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ എന്താ നമുക്ക് വരുന്നത്? 1 × 4 പ്ലസ് ലാംഡ × 3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലാംഡ എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഈ ഡിവിഷന്റെ ഫസ്റ്റ് കമ്പോണന്റ് അല്ലേ? ദാറ്റ് ഈസ് 6 അല്ലേ? സോൾവ് ചെയ്തെടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 പ്ലസ് ലാംഡ 3 എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് ലാംഡ അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ഡയറക്റ്റ് ചെയ്യണേ, 6 പ്ലസ് 6 ലാംഡ എന്ന് കിട്ടുന്നു. അവിടെ നിന്ന് നമുക്ക് ലാംഡ എന്ത് കിട്ടി? നമുക്ക് സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാല്, അതായത് 4 - 6 ഈക്വൽ ടു 6 ലാംഡ മൈനസ് 3 ലാംഡ എന്ന് പറഞ്ഞാൽ -2 = 3 ലാംഡ എന്നും ആൻഡ് ദെൻ ലാംഡ ഈക്വൽ ടു -2/3 എന്നും കിട്ടി. കണ്ടോ നെഗറ്റീവ് വന്നത്? നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് ഡിവിഷനാ? എക്സ്റ്റേണൽ ഡിവിഷൻ ആണ്. ഇനി ലാംഡ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് N/M അല്ലേ ഞാൻ ലാംഡ എന്ന് വിളിച്ചേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2/3 അല്ലേ? അപ്പൊ M എന്താണ്? നമ്മുടെ റേഷ്യോ എന്താണ്? M:N. അപ്പൊ M = 3 അല്ലേ? അപ്പൊ 3:2. നെഗറ്റീവ് വന്നതുകൊണ്ട് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഏതാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് 10ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാലോ. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തിട്ടൊക്കെയാ? എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, മോഡുലസ്, അത് A.B തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അല്ലേ? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇക്വേഷൻ എന്താ? ½ ഇൻറ്റു മോഡുലസ് ഓഫ് A × B അല്ലേ? ഇവിടെ A.B സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഇക്വേഷനാ? സ്വാഭാവികമായിട്ടും നമ്മളുടെ A × B യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തെന്നാണ്? A², മോഡുലസ് ഓഫ് A² മോഡുലസ് ഓഫ് B² മൈനസ് മോഡുലസ് ഓഫ് A.B യുടെ സ്ക്വയർ അല്ലെ? അപ്പൊ അവിടെ മോഡുലസ് പറയേണ്ട ആവശ്യമില്ല. A.B ഓൾറെഡി ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാ. ഓക്കെ, അപ്പൊ A² B² എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 4ന്റെ സ്ക്വയർ 16 ഇൻറ്റു 3ന്റെ സ്ക്വയർ 9 മൈനസ് A.B എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി അല്ലെ? ദിസ് ഇസ് ഈക്വൽ ടു 140 കിട്ടി. അപ്പൊ A.B യുടെ സ്ക്വയർ അല്ലെ 140 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A × B യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A × B എന്ന് പറയുമ്പോൾ എന്താ വരാ? നമുക്ക് റൂട്ട് 140 വരും അല്ലെ? റൂട്ട് 140 എന്ന് പറയുമ്പോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 35 × 4 എന്ന് എഴുതി കൂടെ? 35 × 4 എന്ന് പറയുമ്പോ റൂട്ട് 35 × 4. ദിസ് ഇസ് ഈക്വൽ ടു 2√35 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ A × B കിട്ടിയില്ലേ? അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ പിന്നെ ഇട്ട് കൊടുക്കുക വേണ്ടു. എന്താ അത്? ½ ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 35. 2 ഗെറ്റ് ക്യാൻസൽഡ്. എന്ത് സംഭവിക്കും? നമുക്ക് റൂട്ട് 35 ഇസ് ദ റൈറ്റ് ആൻസർ. എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഓപ്ഷൻ എ. ഇഫ് ദ സ്കെയിലർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അല്ലെ? ആരൊക്കെ തമ്മിലാണ് വേണ്ടത്? നമുക്ക് ലാംഡ i∩ പ്ലസ് 3j∩ പ്ലസ് 5k∩ എന്ന് പറയുന്ന ആളും, അതേപോലെ വിത്ത് ദ യൂണിറ്റ് വെക്ടർ അല്ലോ അല്ലെ? അപ്പൊ രണ്ടാമത്തെ ആളുടെ യൂണിറ്റ് വെക്ടർ നമുക്ക് വേണ്ട. അപ്പൊ രണ്ടാമത്തെ ആൾ ആരാ? 2i∩ പ്ലസ് 4j∩ പ്ലസ് 5k∩. ഇതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ വരാ? ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് അല്ലെ? അതെന്താ വരുന്നത്? 4 16 25 അല്ലെ? ഡോട്ട് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാണ്? 3√5. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരാ? നമുക്ക് 2 ലാംഡ പിന്നെ പ്ലസ് 12 പ്ലസ് 25 ഡിവൈഡഡ് ബൈ താഴത്തെ എന്താ വരുന്നത്? 45. റൂട്ട് 45 എന്ന് പറയുന്നത് എത്രയാ? 3√5 ആണ്. ഈക്വൽ ടു 3√5 അല്ലേ? ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. എന്താ വരുന്നത്? 2 ലാംഡ 25 × 2 27 37 ഈക്വൽ ടു 45 കിട്ടുന്നു. So 2 lambda is equal to 8 and lambda equal to എത്ര കിട്ടി? നമുക്ക് 4 കിട്ടുന്നു. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
A vector and B vector are the two adjacent sides of the parallelogram ABCD തന്നിട്ടുണ്ട്. Inclined at an angle 30 degrees such that A ഇന്റെയും തന്നിട്ടുണ്ട്, മോഡുലസ് B ഇന്റെയും തന്നിട്ടുണ്ട്. Then the area of the parallelogram formed by the diagonal ആ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു പാരലോഗ്രാം ഫോം ചെയ്യാന്ന് വിചാരിക്കുക. അതിന്റെ രണ്ട് ഡയഗണൽ ആരാന്നറിയോ? A vector plus B vector and A vector minus B vector. ഇതാണ് രണ്ട് ഡയഗണൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഡയഗണൽ ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന പാരലോഗ്രാം അതിന്റെ ഏരിയ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രോസ് എടുക്കുക, അതിന്റെ മോഡുലസ് എടുക്കുക. അപ്പൊ ഇവിടെ തന്നെ A plus B കണ്ടുപിടിക്കുക, A minus B കണ്ടുപിടിക്കുക, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, മോഡുലസ് എടുക്കുക, ഏരിയ ക്ലിയർ ആയില്ലേ? ഇത്രയുള്ള നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്താ വരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് A ക്രോസ് A വരുമ്പോ 0 ആവും, B ക്രോസ് B എന്ന് പറയുന്നത് 0 ആവും അല്ലെ. ബാക്കിയുള്ളവരല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെ ഉണ്ടാവുക? മൈനസ് എന്തുണ്ട്? A ക്രോസ് B ഉണ്ട്, അതേപോലെ പ്ലസ് B ക്രോസ് A ഉണ്ട് അല്ലെ. ഇതിന്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ വേണ്ട. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ A ക്രോസ് പിന്നെ തലതിരിക്കുന്നത് എങ്ങനെയാ? ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ട്. അപ്പൊ ആ നെഗറ്റീവ് കൂടി എന്തായി പോയി? പോസിറ്റീവ് ആയി പോയിട്ട് 2 ടൈംസ് B ക്രോസ് A എന്ന് കിട്ടും നമുക്ക്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു B ക്രോസ് എന്റെ മോഡുലസ് കണ്ടുപിടിക്കുക. മോഡുലസ് ഓഫ് B ഇൻറ്റു മോഡുലസ് ഓഫ് A ഇൻറ്റു ക്രോസ് ആയി കണ്ട് സൈൻ തീറ്റ. തീറ്റ ഇവിടെ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ഉണ്ട്, സൈൻ 30 ഡിഗ്രി. വാല്യൂസ് ഇട്ട് കൊടുക്കും. 2 ഇൻറ്റു മോഡുലസ് ഓഫ് ബി എത്രയാ? 3 ഇൻറ്റു എയോ 4 അല്ലെ, ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/2 കിട്ടി നമുക്ക്. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ദിസ് ഇസ് ഈക്വൽ ടു 12. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 12 ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ എ എന്ന് പറയുന്നത് ലാംഡ ഐ ക്യാപ്പ് പ്ലസ് 6j ക്യാപ്പ് ഈക്വൽ ടു മോഡുലസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ. ഇവിടെ അത് എന്താ വരുന്നത്? ലാംഡ സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഈക്വൽ ടു 10. ഏതാ നമ്പർ? ലാംഡ സ്ക്വയർ 10ന്റെ സ്ക്വയർ 100, 100ന്ന് നമുക്ക് എത്ര? 36 കുറച്ച് കഴിഞ്ഞാൽ 64 കിട്ടും. സോ ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 8 ആണ് ആൻസർ വരുന്നത്. നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ ഏത് ആൻസർ ഉള്ളത്? പോസിറ്റീവ് 8. സോ 8 ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ മൈനസ് ബി തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ മോഡുലസ് ഓഫ് എ മൈനസ് ബിയുടെ സ്ക്വയർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. എന്താ വരിക? അത് നമുക്ക് എ മൈനസ് ബി 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 ആണ്. ഇനി എ മൈനസ് ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മൾ ചെയ്യുമ്പോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് അല്ലേ 2a ഡോട്ട് ബി അല്ലേ വരുന്നത്. ഇതിന്റെ വാല്യൂ നമുക്ക് 4 ആണെന്നുണ്ട്. അവിടെ നമുക്ക് എന്റെയും ബിന്റെ ഒക്കെ വാല്യൂസ് 2 തന്നിട്ട്. അപ്പൊ ഇതും 4 ആണ്, പ്ലസ് ഇതും 4 ആണ്, മൈനസ് 2a ഡോട്ട് ബി തന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 4. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു അല്ലെങ്കിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോ 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കിട്ടൂലേ? ഓർ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടിയല്ലേ. എ ഡോട്ട് ബിന്റെ ഇക്വേഷൻ എന്താ? എ ബി കോസ് തീറ്റ, എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 ആണ്. അതില് മോഡുലസ് ഓഫ് എ എത്രയാ? 2 ആണ്. മോഡുലസ് ഓഫ് ബിയോ 2 ആണ് അല്ലെ. എങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/2 അല്ലേ. കാരണം 2 ഡിവൈഡ് ബൈ 4 1/2 കിട്ടിയില്ലേ. കോസ് തീറ്റ 1/2 ആകുന്നത് ഏത് ആംഗിളിനാ? 60 ഡിഗ്രിക്ക് അല്ലേ. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 15ാമത്തെ ക്വസ്റ്റ്യനിൽ പോവാം. 2 വെക്ടേഴ്സ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സച്ച് ദാറ്റ് എ ഡോട്ട് ലാംഡ ബി 2 എന്ന് പറഞ്ഞേക്കാണ് അല്ലെ. നമുക്ക് അതെടുക്കാം. എന്താ നമ്മുടെ എ വെക്ടർ എന്ന് പറയുന്നത്? 5y ക്യാപ്പ് മൈനസ് 9j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ഡോട്ട് പിന്നെ 3i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് മൈനസ് 7k ക്യാപ്പ് അല്ലെ. ഇവിടെ എ പ്ലസ് ലാംഡ ഇൻറ്റു ബി അല്ലേ. അപ്പം ഇതിന്റെ വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഡോട്ട് പ്രോഡക്റ്റ് എടുത്തോളൂ. എന്താ നമുക്ക് കിട്ടാൻ പോണത്? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ ലാംഡ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ 3 ഇൻറ്റു 5 15 മൈനസ് 45 മൈനസ് 14 ഈക്വൽ ടു 2 എന്നല്ലേ കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത് എത്രയാ? ലാംഡ ഇൻറ്റു എത്രയാ വരുന്നത്? -44 ആണ്. ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. എന്തായാലും നമുക്ക് എന്ത് കിട്ടാം? ഇവിടെ നിന്ന് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ഡിവൈഡ് ബൈ 44 അല്ലേ. എന്ന് പറഞ്ഞാൽ അതെന്താ? -1
ഡിവൈഡഡ് ബൈ 22. മൾട്ടിപ്ലൈ തിരിച്ചെടുക്ക്. 22 ലാംഡ -1 ഇപ്പുറത്ത് വരുമ്പോ +1 ഈക്വൽ ടു 0 അല്ലേ. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? 22 ലാംഡ +1 എത്രയാന്നാ? എത്ര ആൻസർ? ഓപ്ഷൻ എ 0 is the right answer. 16ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് എ വെക്ടർ ഉണ്ട്, ബി വെക്ടർ ഉണ്ട്, സി വെക്ടർ ഉണ്ട്. പിന്നെ n വേണം സച്ച് ദാറ്റ് ബി ഡോട്ട് എൻ 0 ആണ്, സി ഡോട്ട് എൻ 0 ആണ്. n എന്താന്ന് അറിയില്ലല്ലോ. ഇവിടെ ഒക്കെ ഐയും ജെയും കെയും ഉള്ളവരുണ്ട് അല്ലെ. അപ്പൊ ഞാൻ എന്നിനെ എനിക്ക് അറിയാത്തത് കൊണ്ട് n യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ഐ ക്യാപ്പ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ് എന്ന് നമ്മൾ ചുമ്മാ എടുത്തു. അതിനകത്തൊരു പ്രത്യേകത ഉണ്ട്, യൂണിറ്റ് വെക്ടർ ആണ് അല്ലെ. എന്ന് പറഞ്ഞാൽ x² + y² + z² = 1. അതും അവിടെ എഴുതി വെച്ചു. ബി ഡോട്ട് എൻ 0 അല്ലേ. അതില് ബി വെക്ടർ എന്ന് പറയുന്നത് എന്താ? ഐ പ്ലസ് ജെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി ഡോട്ട് എൻ 0 ആണെന്ന് അവർ പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ അത് എന്താ വരുന്നത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്നല്ലേ അർത്ഥം. അതേപോലെ സി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ തന്നേക്കണേ? ഐ മൈനസ് ജെ അല്ലേ. അവര് പറഞ്ഞിട്ടുണ്ട് സി ഡോട്ട് എന്നും 0 ആണ് എങ്കിൽ എക്സ് മൈനസ് വൈയും 0 അല്ലേ. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇത് സോൾവ് ചെയ്തെടുക്കുക, അതായത് എക്സ് പ്ലസ് വൈയും ഈക്വൽ ടു 0യും എക്സ് അല്ലാണ്ട് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും രണ്ട് നമ്പർ ആഡ് ചെയ്താലും 0 കിട്ടണം, മൈനസ് ചെയ്താലും 0 കിട്ടണം. അതാര് മാത്ര? 0ക്ക് മാത്രമല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 കിട്ടി അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിന്റെ വാല്യൂ z² ഈക്വൽ ടു 1 അല്ലേ കിട്ടാം നമുക്ക്. എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു +or-1 അല്ലേ. അത് മാത്രല്ല നമ്മുടെ എൻ ക്യാപ്പ് എന്ന് പറയുന്ന ആള് +or- കെ മാത്രമായി മാറി. ശരിയല്ലേ. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എക്സും വൈയും 0 ആയി പോയതുകൊണ്ട് സെഡിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എൻ ക്യാപ്പ് എന്ന് പറയുന്നത് +or-k ആയി. ഇവരെന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ചോദ്യത്തില്? എ ഡോട്ട് എൻ ക്യാപ്പ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. എ ഡോട്ട് എൻ ക്യാപ്പ് എക്കകത്ത് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെക്ടർ? 2i ക്യാപ്പ് 3j ക്യാപ്പ് -7 k ക്യാപ്പ്. എ ഡോട്ട് എന്നിന്റെ മോഡുലസ് പറഞ്ഞേക്കണേ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ വെക്ടർ ഡോട്ട് എൻ വെക്ടർ എന്ന് പറയുമ്പോ എന്താ വരിക? ആകെ ഇവിടെ 4 ആണ്, 7 അല്ല, സോറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മോഡുലസ് ഓഫ് +or-4 ആണ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കിട്ടാൻ പോണേ. അതിന്റെ മോഡുലസ് അല്ല അവർ ചോദിച്ചേക്കണേ. സോ ഇതിന്റെ മോഡുലസ് അപ്പൊ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, മോഡുലസ് എടുക്കുന്നത് കൊണ്ട് അതിന്റെ ആൻസർ പോസിറ്റീവ് ആണ്. അപ്പൊ അതേതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഈസിയാണ്. നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള സെയിം സാധനം. ഒരു ട്രയാങ്കിൾ ആണ്. 3 vertices ഓഫ് എ ബി സി ആർ 3 vertices such that a plus b equal to c വെക്ടർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അത് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. അതായത് a plus b. ഇപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി അല്ലേ. എന്ന് പറഞ്ഞാൽ ഞാൻ എ വെക്ടർ കൊടുക്കാണ്, അതേപോലെ തന്നെ ബി വെക്ടർ കൊടുക്കാന്ന് വിചാരിക്കുക. എ പ്ലസ് ബി ഈക്വൽ ടു ഇവിടെയാണ് നമ്മൾ എ പ്ലസ് ബി എന്ന് പറയാ കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി വെക്ടർ അല്ല നിൽക്കണേ. എങ്കിൽ ഇത് ഒരു ട്രയാങ്കിൾ അല്ല ഫോം ചെയ്യണേ. ട്രയാങ്കിളിന്റെ 2 ആംഗിൾ 35 55 തന്നിട്ടുണ്ട്. എങ്കിൽ അടുത്തത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, തേർഡ് വൺ കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കണേ. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 35 + 55 നമുക്ക് എന്താ കിട്ടാൻ പോണേ? 90 കിട്ടാൻ പോകുന്നത് അല്ലെ. ദെൻ മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രി. കാരണം സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ 180 അല്ലേ. അപ്പൊ 2 തന്നിട്ടുണ്ട്. മൂന്നാമത്തെ കണ്ടുപിടിക്കുന്ന സെറ്റപ്പ് അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ട്രയാങ്കിൾ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഈക്വൽ ടു സി വെക്ടർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ്. ഇത് ട്രയാങ്കിളിന്റെ 2 ആംഗിൾ ആണെന്ന് തിരിച്ചറിയാം കേട്ടോ. അപ്പൊ പിന്നെ ബാക്കി കണ്ടുപിടിച്ചാൽ മതി 90 ഡിഗ്രി. സോ അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു 17 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ മുന്നും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ വേണ്ടവരുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി. ഞാൻ എന്റെ മെയിൽ ID ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കാം, അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.